ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ചീര കൃഷിക്കുള്ള സ്ഥലം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്ഥലം നിങ്ങളൊന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അവിടെ എന്തൊക്കെ ചീരയാണ് കൃഷി ചെയ്യാൻ പോകണമെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുന്നേ പറഞ്ഞ ആ സ്ഥലമൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോ തടങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. അതിലേക്ക് വളം കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് തടത്തിനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ വിത്ത് പാകിക്കാണ്. ഇവിടെ വിത്തൊക്കെ ജസ്റ്റ് ഒന്ന് മുളച്ച് വന്നിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വിത്തുകൾ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വേറൊരു ടൈപ്പ് ചീരയാണിത്. ഇത് ബ്ലാത്താങ്കാരെന്ന് പറയും. ഇവിടെ ഇതൊക്കെ ഈ വിത്തൊക്കെ ഇവിടെ നല്ല രീതിയിൽ മുളച്ച് സെറ്റായിട്ടുണ്ട്. ഇപ്പുറത്തും ചീര വിത്തുകളൊക്കെ മുളച്ച് സെറ്റായിട്ടുണ്ട്. ഇവിടെ പച്ചച്ചീരയാണ്. അങ്ങനെ നമ്മുടെ ചീരയ്ക്കുള്ള തടമൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ചീരയ്ക്കുള്ള തടം. ഇനി ഏതൊക്കെ ചീര ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഏതൊക്കെ ചീരയാണ് കൃഷി ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എടുത്തേക്കുന്നത് പട്ടുചീരയാണ്. പട്ടെന്ന് പറയുന്നത് നല്ല ചുവന്ന കളറുള്ളൊരു ചീരയാണിട്ടത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണിക്കുന്ന ആണ്. പിന്നെ മഴവില്ലെന്ന് പറഞ്ഞൊരു ചീര കേട്ടത്. ഈ ചീരയും നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ ഇത് വ്ളാത്താങ്കാരാണ്. വ്ളാത്താങ്കാര നമ്മളിവിടെ മുന്നിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്നതാണ്. പിന്നെ ഇത് CO1 എന്ന് പറഞ്ഞൊരു പച്ചച്ചീരയാണ്. ഇത് തന്ന വ്യക്തി പറഞ്ഞത് ഒരു 35 തവണയെങ്കിലും നമുക്കിതിൽ നിന്ന് വിളവ് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ 4 ടൈപ്പ് ചീരയാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു അറിവുമായി വരുന്നവർ എല്ലാവർക്കും ബൈ.